Dear students, welcome all of you to the online classes of literary criticism, which is a compulsory paper for BA 5th semester. In this series of videos, we were tackling T.S. Eliot's literary criticism. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ T.S. എലിയറ്റിൻ്റെ ലിറ്റററി ക്രിട്ടിക്കൽ കോൺസെപ്റ്റ്സ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺട്രിബ്യൂഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ചില വീഡിയോയിൽ കൂടെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ആ സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. In the previous video, we were dealing with the major characteristics or major nature of T.S. Eliot literary criticism. And in this video, we will consider T.S. Eliot's literary concepts or literary writing on the metaphysical poets. T.S. Eliotന്റെ സാഹിത്യ വിമർശന ചിന്തകളിൽ അല്ലെങ്കിൽ സാഹിത്യ വിമർശന ആശയങ്ങളിൽ ഒരു പ്രാധാന്യമേറിയത് അദ്ദേഹം മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ പറ്റി അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയട്രിയെ പറ്റി എഴുതിയ എഴുത്തുകൾ, അതുപോലെ മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ പറ്റിയും പോയട്രിയെ പറ്റിയുള്ള തൻ്റെ ക്രിറ്റിസിസമാണ്. So let's analyze that in this video. And before you get into watch the video, you need to understand he has written a critical essay on the metaphysical poets. മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ പറ്റി, മെറ്റാഫിസിക്കൽ പോയട്രിയെ പറ്റി T.S. എലിയട്ട് ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്. ആ എസ്സേ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു പാർട്ട് ഡീൽ ചെയ്യുന്നത്. Okay, you know what is metaphysical poetry and the metaphysical poets. So going into the background, T.S. Eliot renewed a critical interest in metaphysical poetry which was neglected for a long time. തൻ്റെ എഴുത്തിലൂടെ, പ്രത്യേകിച്ച് മെറ്റാഫിസിക്കൽ പോയട്രി എന്ന തൻ്റെ ക്രിട്ടിക്കൽ എസ്സേയിൽ കൂടെ മെറ്റാഫിസിക്കൽ പോയട്രിയെ പറ്റിയും അതുപോലെ മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെയും പറ്റി ഒരു പുതിയ അറിവും അതുപോലെ പുതിയ ഒരു പഠനവുമൊക്കെ കൊണ്ടുവരികയുണ്ടായി. He renewed the reader's interest towards the metaphysical poetry and metaphysical poets which was neglected for a long time. കുറേ നാളുകളായി, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആരും വളരെ പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു സാഹിത്യ രചന വിഭാഗമായിരുന്നു മെറ്റാഫിസിക്കൽ പോയട്രി. പക്ഷേ ഈ ഒരു ക്രിട്ടിക്കൽ എസ്സേയിൽ കൂടെ ഒരു പ്രത്യേക ഉണർവും ഉന്മേഷവും നവചൈതന്യവുമൊക്കെ മെറ്റാഫിസിക്കൽ പോയട്രിയെ പറ്റി, മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ പറ്റിയുമൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു. And T.S. Eliot argues that metaphysical poetry is a continuation of a great tradition. English സാഹിത്യ പാരമ്പര്യത്തിൽ. So the term tradition has got a deeper meaning in T.S. Eliot's literary concepts or literary criticism. And you need to underline the word tradition. പാരമ്പര്യം അഥവാ ട്രഡീഷൻ എന്ന വാക്ക് ഒരു ഇൻഡെപ്തുള്ള, T.S. എലിയറ്റിൻ്റെ ക്രിട്ടിക്കൽ രചനയിൽ വളരെ ഇൻഡെപ്തുള്ള ഒരു വേർഡാണ്. So you need to note that. So according to him, metaphysical poetry should be considered, or metaphysical poetry is the continuation of great tradition.
ഇംഗ്ലീഷ് സാഹിത്യ രചനയുടെ വലിയൊരു പാരമ്പര്യം പേർന്ന രചനകളും രചന വൈഭവവുമാണ് മെറ്റാഫിസിക്കൽ പോയട്രിയിൽ കാണുന്നതെന്ന് ടി എസ് എലിയട്ട് പ്രതിപാദിച്ചു. And there were a few critics before T.S. Eliot, such like Dr. Johnson, who assumed that metaphysical poetry is a heterogeneous ideas. Metaphysical poetry is heterogeneous ideas yoked by violence together. And he also added that metaphysical poets fail to unite dissimilar ideas into a single whole. Too much analysis and dissection of particular emotional situations, inventive use of conceits, nature and art ransacked for illustrations. ഡോക്ടർ ജോൺസന്റെ അഭിപ്രായത്തിൽ മെറ്റാഫിസിക്കൽ പോയിട്രിയിൽ പരസ്പരം ചേരാത്ത വൈരുദ്ധ്യമായ ആശയങ്ങളെ ബലപൂർവം അല്ലെ ബലം ഉപയോഗിച്ച് പിടിച്ചു നിർത്തിയിരിക്കുന്നു. ബലപൂർവം പിടിച്ച് ഒന്നിപ്പിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർ ജോൺസൺ പറഞ്ഞു. അതുപോലെ തന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ ഇങ്ങനെ ഒരൊറ്റ കേന്ദ്രീകൃത ആശയത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർ പരാജയപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടർ ജോൺസൺ പറഞ്ഞത് the metaphysical poets have done too much analysis and dissection of particular emotional situations. വൈകാരിക സാഹചര്യങ്ങളെ വിവരിക്കുന്നതിൽ അപഗ്രഥിക്കുന്നതിൽ അമിതമായിട്ടുള്ള ആവശ്യമില്ലാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അപഗ്രഥനവും അതുപോലെ വിഘടനമൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഡോക്ടർ ജോൺസൺ പറഞ്ഞത്. അതുപോരാഞ്ഞിട്ട് ഡോക്ടർ ജോൺസൺ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഉപയോഗിച്ചിരുന്ന മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റ്സിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ടി എസ് എലിയറ്റ് മെറ്റാഫിസിക്കൽ പോയട്രിയെ പറ്റി, മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റി തൻ്റെ ഈ സാഹിത്യ വിമർശന രചനയിൽ എഴുതുന്നത്. ഈ ഒരു വിലയിരുത്തലാണ് ടി എസ് എലിയറ്റിൻ്റെ കാലഘട്ടത്തിന് മുമ്പും അല്ലെങ്കിൽ തൻ്റെ ഈ രചനയ്ക്ക് മുമ്പും ഇംഗ്ലീഷ് സാഹിത്യ വിമർശന ലോകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെറ്റാഫിസിക്കൽ പോയട്രിക്ക് വലിയ ഒരു അല്ലെങ്കിൽ അതിനർഹിക്കുന്ന സ്ഥാനമോ മാനമോ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും മെറ്റാഫിസിക്കൽ പോയട്രിയുടെ മഹത്വത്തെ അല്ലെങ്കിൽ അവയ്ക്ക് കിട്ടുന്ന തനതായ വിലയെ ചോർത്തിക്കളയുന്ന ഘടകങ്ങളായിരുന്നു. പ്രത്യേകിച്ചും concepts, use of metaphysical concepts was a major criticism on metaphysical poets. So it was in this context that T.S. Eliot introduced his essay, a critical essay, The Metaphysical Poetry. The rest part of this area will be dealt in another video, part 4. Until then, goodbye to all.